വെറും 14 ലക്ഷം രൂപയ്ക്ക് ഇത്രയും മനോഹരമായ ഒരു വീട് സാധ്യമോ? എ ടു സെഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും അവൻ തന്നെയാണ് മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഒന്നിനൊരു കാര്യത്തിൽ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. കിച്ചണിലോട്ട് വരുമ്പോ ഒരു കുഞ്ഞു കിച്ചണാണ്, പക്ഷെ എത്ര ഭംഗിയായിട്ടാണ് അറിയോ ചെയ്തിട്ടുള്ളത്. വെറും 14 ലക്ഷം രൂപയ്ക്ക് ഇത്രയും മനോഹരമായ ഒരു വീട് സാധ്യമോ? ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ പുത്തനത്താണി വെട്ടിച്ചിറയിലാണ് കേട്ടോ. ഹൈസം വ്ലോഗിന്റെ ഇന്നത്തെ മനോഹരമായ ഹോം ടൂർ വീഡിയോയിലൂടെ അക്ബർ ജുമൈല ദമ്പതികൾക്ക് വേണ്ടിയിട്ട് 1000 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമോട് കൂടിയിട്ട് വളരെ മനോഹരമായിട്ട് നിർമ്മിച്ച വീടിന്റെ വിശേഷങ്ങളാണ് കേട്ടോ പങ്കുവെക്കുന്നത്. വീടിന്റെ മൊത്തത്തിലുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ഒന്നും മറക്കണ്ട കേട്ടോ. വെൽക്കം ബാക്ക് ഹൈസം വ്ലോഗ്. ഏതൊരാൾക്കും ഇഷ്ടപ്പെട്ട തരത്തിൽ വളരെ അടിപൊളിയായിട്ട് ചെയ്ത വീടിന്റെ എക്സ്റ്റീരിയറിന് ഒട്ടും ഭംഗിക്കുറവ് വരുത്താത്ത രീതിയിൽ നല്ല ഭംഗിയിൽ നല്ല മാച്ച് ആക്കിയിട്ടാണ് കേട്ടോ ഇവിടെ കോമ്പൗണ്ട് വോള് സെറ്റ് ചെയ്തിട്ടുള്ളത്. വലിയ വോളൊന്നല്ല കേട്ടാ, പക്ഷെ മൊത്തത്തിൽ ഇതുപോലെ വോളായിട്ട് സെറ്റ് ചെയ്യാതെ ഇതുപോലുള്ള ഡിസൈനും കൂടി ആഡ് ചെയ്തപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് വോളിന് പ്രത്യേക ഒരു ഭംഗിയുണ്ട്. ഏകദേശം 6 സെന്റ് പ്ലോട്ടിലാണ് നമ്മുടെ ഈ ഒരു വീട് നിൽക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. മുറ്റത്തായിട്ട് ഇതുപോലെ നോക്കിയാൽ കുഞ്ഞു ബേബി മെറ്റലാണ് കൊടുത്തിട്ടുള്ളത്. വളരെ ഭംഗിയായി ചെയ്ത നമ്മുടെ ഈ ഒരു കോമ്പൗണ്ട് വോളിന്റെ ചുറ്റുഭാഗത്തായിട്ട് നല്ല അടിപൊളിയായിട്ട് പ്ലാന്റ്സ് ഒക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും അല്ലേ. ഇനിയിപ്പോ നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയറിന്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിലും ഇവിടെ ആയിട്ട് നമുക്ക് പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എക്സ്റ്റീരിയർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ വൈറ്റ് കളറിൽ വരുന്ന വീടിന്റെ ബോർഡേഴ്സും ഷോവോളും ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോഴേ നേരെ കാണുന്ന തരത്തിലാണ് ഇവിടെ സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഈ ഒരു വോളാണ് ഇവിടെ ഷോ വോളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിലായിട്ട് ഇതുപോലെ പ്ലാസ്റ്ററിംഗ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ വന്നപ്പോൾ നല്ല ഭംഗിയായില്ലേ. ഇവിടെ നമ്മുടെ പാരപ്പറ്റിന്റെ ഭാഗത്തായിട്ട് നോക്കിയാൽ ജിയായിൽ ഇതുപോലെ ഒരു റെയിലിംഗ് കൊടുത്തതും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വീടിന്റെ എക്സ്റ്റീരിയറിലായിട്ട് ഒത്തിരി ഭംഗിയായിട്ട് ഒരുപാട് ലൈറ്റ്സ് ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ നൈറ്റ് വ്യൂ വന്നിട്ടും അടിപൊളിയാണ് കേട്ടോ. ഇനി നമ്മുടെ സിറ്റ് ഔട്ടിലെ വിശേഷങ്ങളിലോട്ട് വരികയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു സെമി ഓപ്പൺ ആയിട്ടാണ് ഇവിടെ സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലോട്ട് കയറാനായിട്ട് ഫ്രണ്ടിൽ മൊത്തത്തിൽ നമ്മൾ നീളത്തിൽ വലിയ സ്റ്റെപ്പ് കൊടുക്കുന്നത് കാണാറുണ്ട്. പകരം ഇവിടെ കൊടുത്തിട്ടുള്ളത് കുഞ്ഞു 2 സ്റ്റെപ്പാണ് കേട്ടോ. സ്റ്റെപ്പിലായിട്ടും അതുപോലെ തന്നെ ഇവിടെ എൽ ഷേപ്പിലായിട്ട് സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത്. നമ്മുടെ സിറ്റ് ഔട്ട് വരുന്ന ഈ ഒരു ഭാഗത്ത് റൂഫിലായിട്ട് നോക്കിയാൽ ഇതുപോലെ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ ഈ ഭാഗത്ത് വോളിന്റെ ഭാഗത്തായിട്ട് തന്നെ ഒരു സ്ക്വയർ കട്ടിങ്ങും വരുന്നുണ്ട്. നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന സമയത്ത് ഇവിടെ ആയിട്ട് ഇതുപോലൊരു കുഞ്ഞു മിനി ഗേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജിയായിലാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഈ ഒരു പില്ലർ കൊടുത്തിട്ടാണ് 2 വശത്തോട്ടായിട്ടും സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഗ്രാനൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് ഫിഷ് ഗ്രാനൈറ്റ് ആണ് കേട്ടോ. ഇതിന്റെ താഴെ ആയിട്ട് നോക്കിയാൽ ഇതുപോലെ സ്ക്വയർ കട്ടിങ് കൊടുത്തിട്ട് അവിടെ ആയിട്ട് ഗ്ലാസും ഇതുപോലെ കളർ ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഭാഗത്ത് വോളിലായിട്ട് നോക്കിയാലും ഇതുപോലെ പറഗോള ഗ്ലാസ് ഡിസൈൻ കൊടുത്തതായിട്ട് കാണാം. ഇവിടെ വുഡൻ തീമിൽ പെയിന്റിംഗ് ആ ചെയ്തിട്ടുള്ളത്. ഇവിടെ കണ്ട പോലെ തന്നെ മൾട്ടി കളേഴ്സ് അതിനുള്ളിലും വരുന്നതുകൊണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് നമ്മുടെ ലിവിങ്ങിന്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പൊ പൊതുവേ നമ്മൾ ഇങ്ങനെ വോളില് വിൻഡോസ് കൊടുത്ത് കാണാറുണ്ട്. അതിന് പകരമായിട്ട് ഇതുപോലെ പറഗോള ഡിസൈൻ ഒക്കെ കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. കൂടാതെ നമുക്ക് ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ആരാ വന്നേന്നൊക്കെ കാണാൻ പറ്റുന്ന തരത്തിലാണ് ചെയ്തിട്ടുള്ളത്. അവിടെ മാത്രമല്ല കേട്ടോ, നമ്മൾ കയറി വരുമ്പോഴന്നെ ഈ ഭാഗത്ത് വോളായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഡൈനിങ് ആണ് വരുന്നത്. അപ്പൊ അവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് വ്യൂ കിട്ടുന്ന തരത്തിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇനി നമ്മുടെ മെയിൻ ഡോറിലോട്ട് വരുമ്പോൾ ഇവിടെ കട്ടില വന്നിട്ട് ഇരുമ്പിലാണ് കേട്ടോ. ഇത് മാത്രമല്ല നമ്മുടെ ജനലിന്റെയും അതുപോലെ തന്നെ വാതിലിന്റെ കട്ടിലൊക്കെ ഇരുമ്പാണ് വരുന്നത്. മഹാഗണി വുഡിലാണ് ഡോറ് ചെയ്തിട്ടുള്ളത്. 4.25 വരുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ പെയിന്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിന്റെ 2 ഹാൻഡിൽസും കാണാം. ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ വീടിന്റെ അകവും ഇവിടെ ചെയ്തിട്ടുള്ളത്. ഡോറ് തുറന്ന് നമ്മൾ കയറി വരുമ്പോ തന്നെ നേരെ കാണുന്നത് ഈ കാണുന്ന ഷോക്കേസ് ആണ് കേട്ടോ. വുഡൻ വൈറ്റ് തീമില് നമ്മുടെ കണ്ണിനെ ആകർഷിക്കുന്ന തരത്തിൽ ഒരുപാട് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഷോക്കേസിങ്ങിന് പറ്റിയ ഐറ്റംസും കൂടി വെച്ചാൽ അടിപൊളിയാണ് അല്ലേ. ശരിക്കും നമ്മൾ ഡോർ തുറന്ന് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നേരെ പോവാ ഇതിൽ തന്നെയാണ് കേട്ടോ. എൽ ഷേപ്പിലായിട്ട് തന്നെ ഇവര് കസ്റ്റമൈസ് ചെയ്യിച്ച സോഫയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നടുക്കായിട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു നോർമൽ ഡിസൈനിൽ വരുന്ന ടീ ടേബിളും വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ടീ ടേബിളിന്റെ ആയിട്ടുള്ളത് 10,000 രൂപയാണ്. കൂടാതെ നമ്മുടെ സോഫയ്ക്ക് നോക്കുകയാണെങ്കിൽ 24,000 രൂപയാണ് ആയിട്ടുള്ളത്. ഉള്ളിലോട്ട് പ്രകാശം കിട്ടുന്ന തരത്തിൽ ഇവിടെ ആയിട്ടൊരു വിൻഡോ കാണാം. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ്. ഈ വീട്ടിൽ ടോട്ടലി കർട്ടൻ ചെയ്യാനായിട്ടുള്ളത് ഏകദേശം 10,000 രൂപയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഡൈനിങ്ങിലോട്ട് വരുമ്പോൾ ഈ ഭാഗത്ത് എൻട്രൻസ് നോക്കുക
നോക്കിയാൽ നല്ല ഭംഗിയിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. രണ്ട് വശത്തായിട്ട് നോക്കിയാലും ഇതുപോലെ സിംഗിൾ പറഗോള വരുന്നുണ്ട്. അതിനുള്ളിലൊക്കെ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ലൈറ്റ്സും കാര്യമൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ടിലും ഇവിടെ ഹോളിലും സ്ക്വയർ ഫീറ്റിന് ഏകദേശം 53 രൂപ വരുന്ന സിൽവാന്റെ ടൈലാണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. ഫോറസ്റ്റാഡോട്ട് ഫ്ലോർ ഡിസൈനിങ് ആണ് ഈ വീടിന്റെ ഫ്ലോർ വർക്ക് ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏതൊരു സാധാരണക്കാരന്റെയും ഇഷ്ടത്തിനനുസരിച്ച് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ ഒത്തിരി ഭംഗിയായിട്ടാണ് അല്ലേ നമ്മുടെ ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ വീടിന്റെ വർക്കിനൊക്കെ കുറിച്ചിട്ട് ഹൗസ് ഓണറിനോട് തന്നെ നമുക്കൊന്ന് അഭിപ്രായം ചോദിച്ചു നോക്കിയല്ലേ. ഈ വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഈ ടൈൽസിന്റെ വർക്ക് തുടങ്ങിയിട്ടുള്ളത്, ഫ്ലോറിങ്ങിന്റെ വർക്കും അതുപോലെ ബാത്റൂമിന്റെ വർക്കും എല്ലാ വർക്കും ഞാൻ ഷാഹുലിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഷാഹുൽ അമീദാണ് A to Z വരെയുള്ള എല്ലാ കാര്യങ്ങളും അവൻ തന്നെയാണ് മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ ഒറ്റ അവനെ കണ്ടിട്ടുള്ളൂ. ഫസ്റ്റ് ടൈമിൽ ഇന്ന് വേറൊരു സുഹൃത്താണ് അവനെ പരിചയപ്പെടുത്തി തന്നത്. ഞാൻ അത് മുഖേന കോണ്ടാക്ട് ചെയ്ത് അവനോട് വന്ന് റേറ്റും കാര്യങ്ങളും പറഞ്ഞ്, പക്ഷെ പിന്നീട് ഞങ്ങൾ തമ്മിൽ ധാരണയിലെത്തി. പിന്നീട് വർക്ക് തുടങ്ങി. ഒരു സാധനത്തിനും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എല്ലാ സാധനവും A to Z സാധനം അവൻ ഫുള്ള് എടുത്തിട്ട് ക്യാഷ് ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കലുണ്ടായതിൽ. നല്ല വർക്കാണ്, അടിപൊളിയാണ്, ഉഷാറാണ്. നമ്മുടെ ലിവിംഗ് ഏരിയയിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ആയിട്ട് നമ്മുടെ വാഷ് ഏരിയ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയർ വരുന്നത്. അതിന്റെ ഇവിടെ ആയിട്ട് തന്നെ ഹോളിലെ കോമൺ ബാത്റൂമും അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് കിച്ചൺ ഒക്കെ വരുന്നുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ ലിവിംഗ് ഏരിയ കണ്ടില്ലേ, അവിടുന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ രണ്ട് വശത്തായിട്ടാണ് 2 ബെഡ്റൂംസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നമ്മുടെ ഡൈനിങ് ഏരിയയിലോട്ട് വരുമ്പോൾ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ടേബിളും ചെയറൊക്കെ ആണ് കേട്ടോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ടേബിളിന്റെ ടോപ്പിലായിട്ട് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് വരുന്നത്. വുഡ് വന്നിട്ട് മഹാഗണിയാണ് കേട്ടോ. ലെഗിന്റെ പോർഷൻ ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന്. ചെയറിലോട്ട് വരികയാണെങ്കിൽ ഒന്നിന് ഏകദേശം 3300 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ കുഷ്യനൊക്കെ വരുന്ന നല്ല ക്വാളിറ്റി ചെയർ ആണ്. നമ്മുടെ ഈ ഒരു ടേബിളിന് 23000 രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത്. നമ്മൾ സിറ്റ് ഔട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഈ വോളിൽ കണ്ട ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഡോർ ആണ് കേട്ടോ, നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരു സേഫ്റ്റി എന്നുള്ള നിലയ്ക്ക് തന്നെ ഇതുപോലെ GI കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ വാഷ് ഏരിയയിലോട്ട് വരാം. ഇവിടെയും ഫാബ്രിക്കേഷൻ വർക്കാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് തന്നെ നല്ല ഭംഗിയിൽ CNC കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ദെൻ ബാക്കിലായിട്ട് വുഡൻ പാനൽ ഒക്കെ ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് നോക്കുകയാണെങ്കിലും ലൈറ്റ്സും കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിലായിട്ട് LED ലൈറ്റിംഗ് മിറർ ആണ് വരുന്നത്. താഴെയായിട്ട് നോക്കിയാൽ ടോപ്പിൽ ഗ്രാനൈറ്റ് വരുന്നുണ്ട്. താഴെയായിട്ട് ഇതുപോലെ സ്റ്റോറേജ് ബോക്സ് ഒക്കെ കാണാട്ടോ. നല്ല ഭംഗിയിൽ അത്യാവശ്യം വലിയൊരു വാഷ് ബേസിൻ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് നമ്മൾ ലിവിംഗിൽ കണ്ട പോലെ തന്നെ വുഡൻ ബൈ തീമിൽ നല്ല ഭംഗിയിൽ ഒരു ഷോക്കേസ് വരുന്നുണ്ട്. ഇതുപോലെ LED ലൈറ്റ്സ് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മുടെ സീലിംഗിലൊക്കെ ഡിസൈൻ വരുന്നത്. ഇനി നമ്മൾ ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം ആണ് നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ഡിസൈൻ ചെയ്ത ബെഡ്റൂം ആണ് കേട്ടോ. ഈ നടുക്കായിട്ട് നോക്കിയാൽ റെഡിമെയ്ഡ് ഒരു കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് വോളിലായിട്ട് സിംഗിൾ വിൻഡോസും അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് വലിയ വിൻഡോ ഒക്കെയാണ് പ്രകാശം കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. അതിലൊക്കെ ആയിട്ട് സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ടാണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടതിലും ഒന്നുകൂടെ ഭംഗിയായിട്ടാണ് കേട്ടോ ഈ ബെഡ്റൂം കൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ 2 ബെഡ്റൂമിലായിട്ട് നോക്കുകയാണെങ്കിലും ഫ്ലോർ ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നോക്കിയാൽ ഇതേ നടുക്കായിട്ട് വുഡിന്റെ ഒരു റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്ത് കുഷ്യൻ വരുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൺ ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. ഫാബ്രിക്കേഷൻ വർക്കാണ്. ഇതുപോലെ സ്ലൈഡിംഗ് ഡോർ ആണ് കേട്ടോ വരുന്നത്. സ്റ്റോറേജിന് അത്യാവശ്യം പ്രാധാന്യം കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. തൊട്ടടുത്തായിട്ട് തന്നെ മിറർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. ഈ നല്ല സൗകര്യത്തിലാണ് ഈ ഒരു ബാത്റൂം. വാഷ് ഏരിയയുടെ യൂണിറ്റും ക്ലോസറ്റിന്റെ അതുപോലെ തന്നെ ഷവറിംഗ് ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാട്ടോ. ഇവിടെ സ്റ്റെയറിന്റെ സ്റ്റെപ്പിലായിട്ട് നോക്കിയാൽ ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഹാൻഡ് റെയിൽ നമ്മൾ പൊതുവെ കാണുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ ഈ ഒരു ഹോളിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു വുഡൻ ബ്ലാക്ക് തീമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനുള്ളിലായിട്ട് ഇതുപോലെ ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് ഏകദേശം ഒരു 14000 രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത്. ഇതുപോലെ 4 സ്റ്റെപ്പ് ഒക്കെ ഇടക്കായിട്ട് ഇതിൽ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ സ്റ്റെയർ ഏരിയന്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ട് തന്നെ നമുക്ക് ലോണ്ടറി ഏരിയ അതുപോലെ തന്നെ അയൺ ബോക്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ ആയിട്ട് ഒരു റൂം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സ്റ്റെയർ ഏരിയയിലെ വോളിലായിട്ട് നോക്കിയാൽ ഉള്ളിലോട്ട് പ്രകാശം കിട്ടുന്ന രീതിയിൽ പറഗോള ഗ്ലാസ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു സ്റ്റെയറിന് താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻവെർട്ടർ യൂണിറ്റ് ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെ വലിയൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹോളിലെ ഈ ഒരു കോമൺ ബാത്റൂം കൂടി നോക്കില്ലേ. ഇത് നമ്മൾ ആദ്യം കണ്ട ബാത്റൂമിന്റെ അത്ര വലിപ്പമൊന്നുമില്ല, പക്ഷെ നല്ല അടിപൊളിയായിട്ട് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി കിച്ചണിലെ വിശേഷങ്ങളൊന്നും നോക്കാം. അതിനായിട്ട് ഡോർ ഇതേ വളരെ സിമ്പിൾ ആയിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് ഡിസൈൻ കൊടുത്തിട്ടുള്ള ഡോറാണ്. ഉള്ളിലോട്ട് വരുമ്പോൾ വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കുഞ്ഞു കിച്ചൺ ആണ് കേട്ടോ. പക്ഷെ കിച്ചണിന്റെ ഒരു ഭംഗി ഉണ്ടല്ലോ, അത് എടുത്തു പറയുന്നതാണ്. അപ്പൊ ഒരു കുഞ്ഞു കിച്ചൺ ആണ്, പക്ഷെ എത്ര ഭംഗിയായിട്ടാണെന്നറിയോ ചെയ്തിട്ടുള്ളത്.
നമ്മൾ ഡോർ തുറന്ന് കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഗ്ലാസും അതുപോലെ ക്രോക്കറി ഒക്കെ വെക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഒരു യൂണിറ്റ് വരുന്നുണ്ട്. ഗ്ലാസ് ഡോർ ആണ്, ഉള്ളിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ കൊടുത്തതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. നമ്മുടെ കിച്ചണിന് ഏറ്റവും ഭംഗി കൊടുക്കുന്നത് തന്നെ ഈ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. അതിനുള്ളിലൊക്കെ ആയിട്ട് കണ്ടില്ലേ, ഗ്ലാസ് ഡോർ ആണ് കൊടുത്തിട്ടുള്ളത്. ഉള്ളിലായിട്ട് ഈ പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ എൽ ഷേപ്പിലായിട്ട് ഇതുപോലെ ഒരു റാക്ക് വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പിലായിട്ട് നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ടിരുന്നില്ലേ, ആ ഒരു സെയിം ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. താഴെയായിട്ടും ഓരോന്നിനും അതത് ക്യാബിൻസ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിലോട്ട് വെന്റിലേഷൻ ഒക്കെ കിട്ടുന്ന രീതിക്ക് ഇവിടെ ആയിട്ട് മിനി വിൻഡോസ് ആണ് വരുന്നത്. അതിന് മുകളിലായിട്ടൊക്കെ ഇതുപോലെ ലിഫ്റ്റ് ഓവർ ആയിട്ടും അല്ലാതെ ഒക്കെ യൂണിറ്റ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പിനോട് ചേർന്ന് തന്നെ ഇവിടെ ആയിട്ടാണ് അടുപ്പിനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. താഴെയായിട്ട് വിറക് വെക്കാനുള്ള ആ ഒരു സ്പേസ് ഒക്കെ വരുന്നുണ്ട്. അവിടെയും സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ടൊക്കെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇവിടെ ഫ്ലോർ ചേഞ്ച് വരുന്നുണ്ട്. വുഡൻ ടൈപ്പിൽ വരുന്ന ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് വർക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന തരത്തിൽ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഒരു റാക്കും കൂടി വരുന്നുണ്ട്. ഇതിന്റെയും കൗണ്ടർ ടോപ്പ് ഒക്കെ സെയിം ആണ്. അതുപോലെ തന്നെ താഴെയായിട്ടും ഇതേപോലെ തന്നെ യൂണിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിയാൽ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ തന്നെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ. കൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ഇവിടെ ഈ വോൾ ടൈല് വന്നിട്ടും നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെ നിന്ന് നമ്മൾ ഇനി ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടും നമുക്ക് ഇതുപോലെ തന്നെ ക്രോക്കറീസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസ് ഷോപ്പ് വെക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെ നല്ല ഭംഗിയായിട്ട് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മുടെ സിങ്കിന്റെ ഏരിയ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് കുറച്ച് ഉള്ളിലോട്ട് തള്ളിയ രീതിക്കാണ് വരുന്നത്. അതുപോലെ സിങ്കിൽ നിന്ന് പുറത്തോട്ട് വെള്ളം എടുക്കാത്ത തരത്തിൽ തന്നെ ഇവിടെ എഡ്ജിലായിട്ട് ഒരു ബോർഡർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെയും ഇനി നമുക്ക് ക്യാബിൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു വീട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഏകദേശം ഇന്റീരിയറിനായിട്ടുള്ളത് 85,000 രൂപയും ടോട്ടൽ ബഡ്ജറ്റ് വന്നിട്ടുള്ളത് ഏകദേശം 14 ലക്ഷം രൂപയാണ് കേട്ടോ. അപ്പൊ വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പോന്നോട്ടെ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കൂട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.